അപ്പച്ചാ, പോലീസ് വരുന്നു. ജോൺ തോമസ്? ഞാനാണ് സാർ. ആനിയോ? ഞാനാ. തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം? എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല സാർ. അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണിയാണോ, അതോ ഔസേപ്പച്ചനെയോ, അതോ രണ്ടുപേരെയുമോ? എനിക്കറിയില്ല സാർ. സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കൊടുക്കാവുന്നേറ്റ സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല സാർ. ഔസേപ്പച്ചന് തോമാച്ചനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഉണ്ട്. വരൂ. എന്താ കാരണം? ഔസേപ്പച്ചന് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചു. എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞാനത് തിരിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം വൈരാഗ്യമൊന്നല്ലോ. പക്ഷെ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത്. പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല. അവളുടെ ഒരു എഴുത്ത് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരു 6-7 മാസമായി. 6-7 മാസമായി അല്ലേ? ഔസേപ്പച്ചനും തോമാച്ചനോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓമനയെ തിരിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ തോമാച്ചനോട് നേരിട്ട് വൈരാഗ്യം തീർക്കാമായിരുന്നു. അല്ലാതെ ഓമനയെ കൊന്നുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഈ മരണം ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ സാറിന് എന്താ എത്ര നിർബന്ധം? തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ച ഉത്തരം പറയുക, നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയുക. മനസ്സിലായില്ലേ? മുമ്പൊരിക്കലും ഓമൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? അതോ അതും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണോ? ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? വിഷമം ഉണ്ടാകാതിരിക്കോ സാർ? ആ കാരണം കൊണ്ട് ഓമന വല്ല അബദ്ധവും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഡിവൈഎസ്പി വർമ്മ. ഡിവൈഎസ്പി വർമ്മയല്ല, ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പാടോ. മരിച്ചവരോ മരിച്ചു. ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരുടെ സ്വൈരം കൂടി കിടത്തണോ തോമാച്ച?